പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നാമൊക്കെ ദിനേന ധാരാളം ഇബാദത്തുകൾ ചെയ്യുന്നവരാണ്. റബ്ബ് തആല എല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇബാദത്ത് ചെയ്യാൻ ഏറ്റവും അത്യാവശ്യമായ ഒന്നാണല്ലോ ഇൽമ്, അറിവ് എന്നുള്ളത്. നിസ്കാരം നമ്മൾ നിർവഹിക്കുമ്പോൾ നിസ്കാരത്തെ സംബന്ധിച്ച് നമുക്ക് അറിവുണ്ടാകണം. ഹജ്ജിന് പോകുന്നവർ, അതുപോലെ ഉംറക്ക് പോകുന്നവർ, അതിനെപ്പറ്റിയുള്ള അറിവ്, ജ്ഞാനം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ഏതൊരു ഇബാദത്ത് എടുത്താലും അതിന് അറിവ് പ്രധാനമാണ്. മഹാന്മാർ പഠിപ്പിച്ചല്ലോ, വമൻ യകുൻ ബിഗൈരി ഇൽമി യഅമലു അഅമാലുഹു മർദൂദത്തുൻ ലാ തുഖ്ബലു. ഇൽമ ഇല്ലാതെയുള്ള അമലിന് യാതൊരു ഫലവും ഉണ്ടാവുകയില്ല, അത് സ്വീകാര്യയോഗ്യമാവുകയില്ല എന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിച്ചതാണ്. ഇനി ഒരു വേള നമ്മൾ ആലോചിക്കുക, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളൊക്കെ ഈ ലോകത്തോട് വിട പറയേണ്ടവരാണ്. നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കാൻ മാത്രം ഇൽമ് നമ്മുടെ മകനോ മകൾക്കോ ഉണ്ടോ? നമ്മളൊന്ന് നമ്മുടെ അരികത്തേക്ക് നമ്മുടെ പൊന്നോമന മക്കളൊന്ന് വിളിച്ച് ചോദിക്കുക, പ്രിയപ്പെട്ട മകളെ, പ്രിയപ്പെട്ട മകനെ, ഞാനങ്ങ് മരിച്ചാൽ എന്നെ ഒന്ന് മയ്യത്ത് കുളിപ്പിക്കാനുള്ള ഇൽമ, വിജ്ഞാനം നിനക്കുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ മയ്യത്ത് നിസ്കാരത്തിലുള്ള പ്രാർത്ഥന, അത് നമ്മുടെ എത്ര മക്കൾക്കറിയാം? ഇങ്ങനെ തുടങ്ങി ഓരോ ഇൽമിനെ പറ്റി നമ്മൾ നമ്മുടെ മക്കളെ പറ്റി അന്വേഷിക്കുമ്പോൾ, നമ്മൾ പഠിക്കുമ്പോൾ, പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, വളരെ വേദനാജനകമായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കൾക്ക് അവരുടെ പഠനകാലത്ത് മദ്രസ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ദീനിയായ ഇൽമുകളും നമ്മൾ നുകർന്നു കൊടുക്കണം. റബ്ബ് തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.